ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ വൻവൻ ഹിറ്റായ ജനങ്ങൾ ആർത്തുല്ലസിച്ച് പ്രേമത്തിൽ ലയിപ്പിച്ച പ്രേമലു അഥവാ ഊക്കലു. ഈ സിനിമ പലരെയും ഊക്കുന്നു, ഞങ്ങളും ഈ സിനിമയെ ഊക്കുന്നു. അതുകൊണ്ട് ഇത് മൊത്തത്തിലൊരു ഊക്കലു. നമ്മുടെ കഥാനായകൻ സച്ചിനെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലുള്ള ഒരു കുട്ടിയുടെ ഒരു വൺ സൈഡ് ലവ് തോന്നുന്നു. അവൻ അവന്റെ പ്രണയം അവളോട് തുറന്നു പറയുന്നു. എന്നിട്ട് എന്താ കാര്യം, അപ്പൊ തന്നെ അവൾ അവനെ റിജക്ട് ചെയ്യുന്നു. അപ്പോൾ അവൻ അവന്റെ വികാരം ഛർദിയിലൂടെ ഒഴുക്കി വിട്ടു. അവനൊരു കൂട്ടുകാരനുണ്ട്, അമൽ ഡേവിസ്. അവർ ഗേ കപ്പിൾസ് അല്ലാന്നൊക്കെയാ പറയുന്നേ. നിങ്ങള് ഗേ കപ്പിളാ? അല്ല, അങ്ങനെ അഭിനയിച്ചു പോവാൻ വേണ്ടിട്ട് അത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ്. അഭിനയിച്ചാരും പറഞ്ഞു. പക്ഷെ ഒരു സീനൊക്കെ കാണുമ്പോ നിനക്ക് സ്റ്റേറ്റ്സ് പിള്ളേരെ അറിയാമോ? സച്ചിനെ പോലെ കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. അവർ ഒരുമിച്ച് ഗേറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഹൈദരാബാദിലേക്ക് പോകുന്നു. അവിടെ ഒരു സാറിന്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. അവർ കല്യാണത്തിന് പോകുന്നു. അവിടെ വെച്ച് നമ്മുടെ കഥാനായിക റീനുവിനെ പരിചയപ്പെടുന്നു. പക്ഷേ സച്ചിന്റെ പ്രണയത്തിന് തടസ്സമായ ഒരു കുരു ആദി. ഇനിയൊരു മത്സരമാണ്. അവിടെ നിന്ന് സച്ചിൻ റീനുവിനെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നു. ഇവിടെ ആദ്യ റീനുവിനെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ ഈ ഇംപ്രസ് എല്ലാം റീനുവിന്റെ മുമ്പിൽ പിന്നീട് സച്ചിൻ റീനുവിനെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ ആദം റിജക്ട് ചെയ്യുന്നു. അവസാനം നമ്മുടെ കഥാനായകൻ പിണങ്ങിപ്പോകുന്നു. അവസാനം ഒരു ഫംഗ്ഷനിൽ വെച്ച് നമ്മുടെ കഥാനായകനും കഥാനായികയും വീണ്ടും കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് നമ്മുടെ കുരു അഥവാ ആദി റീനുവിനെ പ്രപ്പോസ് ചെയ്യുന്നു. റീനു അത് റിജക്ട് ചെയ്യുന്നു. ആദി ഊമ്പുന്നു. റീനുവിന് ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായല്ലോ തോന്നുന്നു. മനസ്സിലായി, എനിക്ക് തന്നെ ഇഷ്ടമല്ല. അങ്ങനെ നമ്മുടെ സച്ചിൻ യുകെക്ക് പോകാൻ ഒരുങ്ങുന്നു. പോകുന്ന വണ്ടിയിൽ റീനു കയറുന്നു. പോകുന്ന വഴിയിൽ നമ്മുടെ കുരുക്കളുമായി വരുന്നു. എന്നാൽ നമ്മുടെ കഥാനായകനും ടീമും അവരുടെ കുരു പൊട്ടിച്ച് രക്ഷപ്പെടുന്നു. അവസാനം അവർ ഒന്നിക്കുകയാണ് മക്കളെ, ഒന്നിക്കുകയാണ്. ഇത്രയുള്ള സിനിമ. എന്നാലും റീനു അവസാനം എന്തോർത്തിട്ടായിരിക്കും അവനോട് ഇഷ്ടം തോന്നിയത്? ചെക്കന്റെ ആട്ടം കണ്ടിട്ട് അവള് നിർത്തുന്നില്ലല്ലോ. ഓ അക്രാന്തം. ഇനി ഒരു ഡയറക്ടർ ബ്രില്യൻസ് കാണാം. തുടക്കം മുതലേ ഒരേ റിംഗ് ടോൺ ആയിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഈ സീനിൽ മാത്രം റിംഗ് ടോൺ മാറ്റി? സംഗതി ഇവര് രണ്ടുപേരും റിലേഷൻഷിപ്പിലാണല്ലോ. പക്ഷേ സച്ചിനങ്ങ് യുകെയിലേക്കും പോയി, റീനു ഇവിടെയുമാണ്. ഇനി എന്തൊക്കെ നടക്കുവോ എന്തോ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അതറിയാനായി നമുക്ക് പ്രേമലു 2-നായി കാത്തിരിക്കാം. പക്ഷെ ഒരു ഗട്ട് ഫീലിംഗ് ഞാൻ പറയാ, ഐ തിങ്ക് ഐ ആം ഫാളിങ് ഫോർ യു. അങ്ങനെയൊന്നും പറഞ്ഞവന് മനസ്സിലാവൂല. മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. സച്ചിൻ, ഐ ലവ് യു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. അടുത്ത ഒരു വലിയ പടവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.